ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖവും സമാധാനവും ശാന്തിയും സമ്പദ് സമൃദ്ധിയും കൊണ്ട് സമ്പന്നമായ ഇന്നേ ദിവസവും വരുന്നതായ എല്ലാ ദിവസവും അത്തരത്തിലായി തിരുവൻ സർവശക്തൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവുകൾ വർദ്ധിച്ചിരിക്കുകയും സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന കുടുംബങ്ങളാണ് ഏറെയും. സർക്കാർ ജോലിക്കാരാകട്ടെ, കമ്പനി ജോലിക്കാരാകട്ടെ, നിത്യം ജോലി ചെയ്തിട്ട് വരുമാനത്തിലൂടെ ജീവിച്ചു പോകുന്നവരാകട്ടെ, ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ജോലി ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഒരു മാസം വരുമാന കുറവുണ്ടാകുക, അല്ലെങ്കിൽ വരുമാനം കിട്ടിയാൽ തന്നെ ആ വരുമാനത്തിനൊരു ഡിലേ വരുമ്പോൾ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ ഒരാഴ്ച ജോലിയില്ലാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ജോലിക്ക് പോകാതിരിക്കുക, അല്ലെങ്കിൽ ജോലിക്ക് ഏർപ്പെടാനുള്ള മറ്റ് ബുദ്ധിമുട്ടുകളുള്ളവർ എങ്ങനെ ഒരു മാസത്തുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം പിടിച്ചാലോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അസാന്നിധ്യത്തിൽ എങ്ങനെ കുടുംബ ചെലവുകൾ അല്ലെങ്കിൽ കുടുംബകാര്യങ്ങൾ, അല്ലെങ്കിൽ ആ വ്യക്തിയെ ആശ്രയിക്കുന്നവരുടെ ദൈനംദിന കാര്യങ്ങൾ, ഇപ്പോൾ കറണ്ട് ബില്ല്, വാട്ടർ ബിൽ, അല്ലെങ്കിൽ മറ്റ് ലോണുകൾ, EMI, മറ്റ് ദൈനംദിന ചിലവുകൾ എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളതും, അത് ആ വ്യക്തിയുടെ അസാന്നിധ്യത്തിൽ എന്തെങ്കിലും ജോലി നഷ്ടപ്പെടുന്നത് ആണോ അല്ലാതെയും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാമിലി ആകാം, സ്പൗസാകാം, അച്ഛനമ്മയാകാം, കുട്ടികളാകാം, കുട്ടികളുടെ പഠിത്തമാകാം, ഫീസുകളാകാം. അപ്പോൾ അത്തരത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾക്ക് വേണ്ടിയിട്ട് എപ്പോഴാണോ ഒരു വ്യക്തി ജോലിക്കാരൻ അല്ലെങ്കിൽ ജോലിക്കാരി ആവുന്നത്, അപ്പോൾ ഒരു നിശ്ചിത തുക നമ്മളെ ഇൻഷുറൻസ് സംരക്ഷണം നൽകുന്നതോടൊപ്പം ഒരു നിശ്ചിത കാലത്തിന് ശേഷം മുഴുവൻ പൈസയും തിരിച്ചു കിട്ടും. അതോടൊപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സാമ്പത്തിക ഒരു ഇൻകം സോഴ്സ്, ഒരു സെക്കൻഡ് ഇൻകം എന്ന് പറയാം, അതല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള, സ്ഥിരമായ, സ്ഥായിയായ, ഉറപ്പുള്ള ഒരു ഇൻകം സോഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ ദൈനംദിന ചിലവ് കാര്യങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു ചെറിയ പരിഹാരം എന്നുള്ള നിലക്കും, അതല്ലെങ്കിൽ നമ്മൾക്കൊരു നിശ്ചിത തുക കിട്ടിക്കൊണ്ടും യാതൊരു പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത രീതിയിൽ കൃത്യമായും നല്ല രീതിയിലും ഒരു ഇൻകം ഫ്ലോ ഉണ്ടാകുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ കാലത്ത് 60 വയസ്സിന് മുകളിലായി കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, ജോലി എടുക്കാൻ പറ്റാതിരിക്കുക, ജോലിയുള്ളവിടെ തന്നെ കൃത്യമായി പോകാൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങൾ, പോയാൽ തന്നെ ജോലി ഇല്ലാതിരിക്കുക, കിട്ടാതിരിക്കുക, പൈസ കൃത്യമായി കിട്ടാതിരിക്കുക, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്തും പ്രീ മെഡിക്കൽ എക്സാം ഒന്നും കൂടാതെ തന്നെ 5 വർഷം ഒരു കുറിയോ പോസ്റ്റ് ഓഫീസോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന ലാഘവത്തോടെ നമ്മളത് തുടങ്ങി വെച്ചാൽ എത്ര തുകയാണോ നമ്മൾക്ക് ഒരു സെക്കൻഡ് ഇൻകമായിട്ട് അല്ലെങ്കിൽ ഒരു പെൻഷനായിട്ട് വേണ്ടത്, അത് നമ്മൾ തീരുമാനിക്കുകയും അതിനനുപാതികമായ പൈസ അടച്ചുകൊണ്ട് നമ്മൾക്ക് ഈ 5 വർഷത്തിന് ശേഷം നമ്മൾക്ക് പെൻഷൻ ആരംഭിക്കുക, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇൻകം, ജോലിയുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ, ഗവൺമെൻറ് ജോലിക്കാരാകട്ടെ, കമ്പനി ജോലിക്കാരാകട്ടെ, നിത്യജോലിക്കാരാകട്ടെ, എത്തരത്തിലുള്ള വ്യക്തികളാണെങ്കിലും നമുക്കുറപ്പായ, സ്ഥായിയായ, സ്ഥിരമായ ഒരു ഇൻകം സോഴ്സ്, സെക്കൻഡറി ഇൻകമായിട്ട്, പെൻഷനായിട്ട് ഉറപ്പുള്ള അതായിട്ട് വരുന്ന അതിലേക്ക് ചിന്തിക്കുന്നതിലേക്കും അത് തുടങ്ങി വെച്ച് അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നതിലേക്കുമായിട്ടാണ്, അത് സൂചിപ്പിക്കുന്നതിലായിട്ടാണ് ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. അത്തരത്തിൽ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് പോലും ചെയ്തു വയ്ക്കാവുന്നതും 5 വർഷത്തിന് ശേഷം നമ്മൾക്ക് ഇൻകം സ്റ്റാർട്ട് ചെയ്യും. ഇത് നമ്മൾ എന്ന് വരെയും വേണ്ടെന്ന് വയ്ക്കുന്നു അതുവരെയും കിട്ടുകയും 15 വർഷത്തിന് ഏകദേശം 60 വയസ്സിനുള്ള വ്യക്തിയാണ് ചേരുന്നതെങ്കിൽ, 60 വയസ്സ് വരെയുള്ള വ്യക്തിയാണ് ചേരുന്നതെങ്കിൽ 75ാമത്തെ വയസ്സിൽ 6ാമത്തെ കൊല്ലം പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ വ്യക്തിയാണെങ്കിൽ പോലും 75ാമത്തെ വയസ്സിൽ അടച്ച തുക മുഴുവൻ കിട്ടിക്കൊണ്ട് ആജീവനാന്തം എത്ര നാൾ ജീവിച്ചിരിക്കുന്നു അത്ര നാൾ പെൻഷൻ കിട്ടുകയും, അതോടൊപ്പം നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മൾ അടച്ച തുക നമ്മളെ നോമിനേറ്റ് ചെയ്ത വ്യക്തിക്കും കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ 15 വർഷം അടച്ചുകൊണ്ട് സ്ഥിരമായ, സ്ഥായിയായ ലോയൽറ്റി അഡീഷണൽ ബോണസ് മറ്റ് ആനുകൂല്യങ്ങളും കിട്ടിക്കൊണ്ടും, അതോടൊപ്പം തന്നെ മരിച്ചു പോകുമ്പോൾ എത്ര തുകക്കാണോ നമ്മൾ ചേരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സമ്മർഷയുടെ തുക, അത് നമ്മുടെ നോമിനിക്ക് കൊടുക്കുന്നതും, അതൊരു ആക്സിഡൻറ്റ് ഡെത്ത് ആണെങ്കിൽ, അതായത് നോർമൽ അല്ലാത്ത ഏത് മരണത്തിനും ഡബിൾ തുക, 5 ലക്ഷം ചേർന്നവർക്ക് 10 ലക്ഷം, 2 ലക്ഷം ചേർന്നവർക്ക് 4 ലക്ഷം എന്ന ക്രമത്തിൽ കൊടുത്തുകൊണ്ട് സ്വന്തം ജീവിതവും വ്യക്തി ജീവിതം, കുടുംബജീവിതവും സംരക്ഷണമാക്കുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇൻഷുറൻസ് സംരക്ഷണവും ഒപ്പം സ്ഥായിയായ ഒരു വരുമാനം 6ാം വർഷം മുതൽ, അതല്ലെങ്കിൽ ഒരു 16ാമത്തെ വർഷം മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബൃഹത്തരമായ, ഇന്ത്യയിൽ തന്നെയല്ല ലോകത്തിലെ ഒരു കമ്പനിയും ഓഫർ ചെയ്തിട്ടില്ലാത്ത സ്ഥിരമായ, സ്ഥായിയായ സോവറിൻ ഗ്യാരണ്ടി എന്ന ഈ പദ്ധതിയെക്കുറിച്ച് അറിയുന്നതിനും ഇതിൽ ചേരുന്നതിലും എന്നെ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ
അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും വിവരണങ്ങളും അപ്പോൾ നിങ്ങൾക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എന്നെ ഈ ഇത് ശ്രവിച്ചതായ എല്ലാവർക്കും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് ഷെയറും കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രവിച്ച എല്ലാവർക്കും മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക്സ് ടു ഓൾ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു.